ഹായ് ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഒരു രണ്ടാഴ്ചയിലേറെയായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കാനും കുടിക്കാനൊക്കെ ഉള്ളത് പിടിച്ചു വെക്കാൻ കേട്ടോ. പിന്നെ അമ്പാടിക്ക് ഒരു മുട്ട വേണമെന്ന് പറഞ്ഞിട്ട് അതും അതേപോലെ തന്നെ ഹോർലിക്സും മതി രാവിലെ എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നെയ്യപ്പം രാവിലെ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് തീ പിടിപ്പിക്കുകയാണ്. രാവിലെ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു സ്ഥലമൊക്കെ പോയി വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കി പണികളൊക്കെ തുടങ്ങിയത്. ഒരു 7:30-8 മണിയാവാനായിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ. പിന്നെ ഞാൻ വേഗം തന്നെ അമ്പാടിക്ക് ഫുഡ് കൊടുത്ത് അതിനുശേഷം പിന്നെ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പരിപ്പ് അടുപ്പത്ത് വെക്കുന്നുണ്ട് രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയ ചൂലാണ്, ഇന്നലെ കുത്തിയിരുന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ അടിച്ചു വാരാൻ നേരത്തെ തന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടിട്ടുണ്ട്. പരിപ്പൊക്കെ വെന്തപ്പോൾ പിന്നെ ഞാൻ രസത്തിന് വേണ്ടിയിട്ട് മസാല റെഡിയാക്കുകയാണ് കേട്ടോ. നമ്മൾ നല്ലോണം പുളിയും അതേപോലെ തന്നെ നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ടാണ് രസം വെക്കുക. അപ്പം ഞാൻ പരിപ്പ് വേവിച്ചതും കൂടെ ഇട്ടിട്ട് രസം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളെ റൂമും ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്ക് തന്നെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുടിക്കാനുള്ള വെള്ളം ഞാൻ വാങ്ങി വെക്കുകയാണ്, കപ്പ് കൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ സാധാരണ എൻ്റെ കൈമയ്ക്ക് തീ പാളലുണ്ട്, പക്ഷേ ഇന്നെന്തോ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. പിന്നെ ഞാൻ അരിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ വെള്ളം അതിക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഞാനിന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോൾ നെല്ലൂത്തരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെക്കുക കുറച്ച് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഗ്ലാസ് വെച്ചാൽ തന്നെ അമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക. നമുക്ക് 3 പേർക്കും ആയതുകൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ഉണ്ടാവും. അപ്പം ഞാനത് എന്തായാലും അരിയൊക്കെ കഴുകിയിട്ടു. വെള്ളമൊന്ന് ചൂടായി വന്നപ്പോൾ തന്നെ അരിയൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീട് ഇവിടെ റോഡ് സൈഡിലായതുകൊണ്ട് തന്നെ ഏത് പാതിരയ്ക്ക് ഞാൻ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. ഏത് നേരം വണ്ടി പോണ റോഡാണ് കേട്ടോ, വലിയ വലിയ വണ്ടികളൊക്കെ പോണ റോഡാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണേ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്പാടിയാണെങ്കിൽ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ കൂടെ കളിക്കുകയാണ്. അപ്പോൾ ഞാൻ അടിച്ചു വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ചൂല് നല്ല സുഖമുണ്ട് കേട്ടോ അടിച്ചു വാരാൻ. ഞാനൊരു 5-6 മാസം മുന്നേ മേടിച്ച ചൂലായിരുന്നു, പുൽച്ചൂല് മേടിച്ചതായിരുന്നു. പക്ഷെ അത് പറ്റേ കേട് വന്ന് ചെറുതായി പോയി. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുമായിരുന്നു. അപ്പോൾ എന്തായാലും 2 പട്ട വീണതുകൊണ്ട് അങ്ങനെ സെറ്റാക്കി. അങ്ങനെ ഞാൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. പുറത്തും ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മുറ്റം കൂടെ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അമ്പാടി നല്ല കളിയിലാണ് കേട്ടോ കുട്ടികളുടെ കൂടെ. ഇപ്പം ഞാൻ നല്ലോണം തടിച്ച് വരികയാണ്. പ്രത്യേകിച്ച് ഫുഡ് ഒന്നായിട്ട് കഴിച്ചിട്ടൊന്നുമല്ല, എന്താണെന്നറിയില്ല, തടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പം ഞാനതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഡയറ്റിങ്ങിലൊക്കെയാണ്. പിന്നെ ഞാനും അമ്പാടിയും കൂടെ വൈകുന്നേരം ആയപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബായ്.